ചലച്ചിത്രതാരം എന്ന പദവിയിൽ നിന്ന് കേന്ദ്രമന്ത്രി പദത്തിലേക്ക് ഉയരുകയാണ് സുരേഷ് ഗോപി. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി BJP ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ച് ലോക്സഭയിലേക്ക് എത്തിയ സുരേഷ് ഗോപിയുടെ മന്ത്രിപദം ഒട്ടും അപ്രതീക്ഷിതമായിരുന്നില്ല. എന്നിട്ടും മന്ത്രിസ്ഥാനം വേണ്ടെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. കാരണം അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റിയായ സിനിമ തന്നെയാണ്. മന്ത്രിപദവി വേണ്ടെന്ന് വെക്കാൻ മാത്രം സുരേഷ് ഗോപിയെ പ്രേരിപ്പിച്ച ആ ചിത്രങ്ങൾ അത്ര ഗംഭീരമാണോ? തന്റെ വരുമാന മാർഗം സിനിമയാണെന്നും അത് തുടരുമെന്നും ആവർത്തിക്കുന്ന സുരേഷ് ഗോപി ഇനി ചെയ്യാനിരിക്കുന്നത് 4 ചിത്രങ്ങളാണ്. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത്. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം ഏപ്രിലിൽ ഷൂട്ടിംഗ് ആരംഭിക്കാനിരുന്നതാണെങ്കിലും തിരഞ്ഞെടുപ്പ് മറ്റു ചില കാരണങ്ങൾ കൊണ്ടും നീണ്ടുപോവുകയായിരുന്നു. സുരേഷ് ഗോപിക്കൊപ്പം മമ്മൂട്ടി, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ തുടങ്ങി വലിയ താരനിരയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത്. ഏതാണ്ട് 4 മാസത്തോളം നീളുന്ന ഷെഡ്യൂളാണ് ഈ ബിഗ് ബജറ്റ് ചിത്രത്തിൻ്റെത്. ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന 70 കോടി ബജറ്റിലുള്ള പാൻ ഇന്ത്യൻ സിനിമയാണ് അടുത്തത്. പത്മനാഭസ്വാമിക്ക് ആദരമൊരുക്കുന്ന ചിത്രത്തിന്റെ ബാക്കി വിവരങ്ങളൊന്നും ലഭ്യമല്ല. സുരേഷ് ഗോപിയുടെ ക്രൈം ത്രില്ലർ ചിന്താമണി കൊൽക്കേസ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ 2ാം ഭാഗമാണ് താരം ഏറ്റിരിക്കുന്ന 3ാമത്തെ ചിത്രം. LK എന്ന് പേരിട്ടിരിക്കുന്ന ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് ആദ്യ ഭാഗം ഒരുക്കിയ ഷാജി കൈലാസ് തന്നെയാണ്. താരം ചെയ്യാമെന്നേറ്റിരിക്കുന്ന 4ാമത്തെ സിനിമയും സംവിധാനം ചെയ്യുന്നത് ഷാജി കൈലാസ് ആണ്. ഒരു പോലീസ് സ്റ്റോറിയാണിതെന്നാണ് സൂചന. മറ്റു വിവരങ്ങളൊന്നും ലഭ്യമല്ല. ഗോകുലം ഗോപാലന്റെ മറ്റു 2 സിനിമകൾ കൂടി ഉണ്ടെങ്കിലും അത് സംബന്ധിച്ച ഔദ്യോഗിക റിപ്പോർട്ടുകളൊന്നും സുരേഷ് ഗോപി നൽകിയിട്ടില്ല. സനൽ വി ദേവൻ സംവിധാനം ചെയ്യുന്ന വരാഹം, പ്രവീൺ നാരായണൻ സംവിധാനം ചെയ്യുന്ന JSK എന്നിവയാണ് സുരേഷ് ഗോപിയുടേതായി ചിത്രീകരണം പൂർത്തിയായ 2 സിനിമകൾ. വില്ലനിൽ തുടങ്ങി നായകനായി പോലീസ് വേഷങ്ങളിലൂടെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് എത്തി. മലയാള സിനിമയിൽ അരങ്ങു തകർത്ത സുരേഷ് ഗോപി ആ ഹീറോ പദവിയിൽ വർഷങ്ങളോളം തുടർന്നു. 1997 കളിയാട്ടത്തിലൂടെ സംസ്ഥാനത്തെ മികച്ച നടനായി. നടനാവില്ലെന്ന് വിലയിരുത്തിയവർക്ക് മുന്നിൽ സൂപ്പർ താരമായി മാറി. പിന്നീട് വെള്ളിത്തിരയുടെ വെള്ളി വെളിച്ചത്തിൽ നിന്ന് പതിയെ അദ്ദേഹം മാറി. കാരണങ്ങൾ എന്തായാലും 5 വർഷത്തോളം നീണ്ട ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്തി, വീണ്ടും സജീവമായി. അതിനിടെ രാഷ്ട്രീയ പ്രവേശനം. കേരളത്തിൽ വലിയ സ്വാധീനമില്ലാതിരുന്ന BJPയുടെ ഭാഗമായി 2016 രാജ്യസഭയിലേക്ക് എത്തി. വീണ്ടും സിനിമാ ജീവിതത്തിന് അവധി. 5 വർഷത്തിന് ശേഷം സത്യൻ അന്തിക്കാടിന്റെ മകൻ അനൂപ് സത്യൻ ആദ്യമായി രചനയും സംവിധാനവും നിർവഹിച്ച വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിലൂടെയാണ് സുരേഷ് ഗോപി വീണ്ടും വെള്ളിത്തിരയിൽ എത്തുന്നത്. പിന്നീട് നിതിൻ രഞ്ജി പണിക്കർ സംവിധാനത്തിൽ ഒരുങ്ങിയ കാവലിലൂടെ മടങ്ങിവരവിന് ഒന്നുകൂടി മോടികൂട്ടി. ഇപ്പോൾ മലയാള സിനിമയിൽ സജീവമായ സുരേഷ് ഗോപിയെ തേടിയെത്തുന്നത് വമ്പൻ പ്രൊജക്ടുകൾ തന്നെയാണ്. അതിനാൽ രാഷ്ട്രീയവും സിനിമയും ഒരുപോലെ കൊണ്ടുപോകാനുള്ള തീരുമാനത്തിനാണ് സുരേഷ് ഗോപി. തൃശൂർ കൈവളയിലെടുത്ത സുരേഷ് ഗോപിക്ക് വീണ്ടും പ്രേക്ഷകരെ കയ്യിലെടുക്കാനാകുമോ എന്നതാണ് അടുത്ത വലിയ ചലഞ്ച്.